ഫ്രണ്ട്സ്, അപ്പോൾ മഴയില്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കിളികളൊക്കെ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണ്ടല്ലോ, ഇവർക്ക് പറക്കാനൊന്നും പറ്റത്തില്ല. ഇവരുടെ ചിറകൊക്കെ ഇങ്ങനെ നനഞ്ഞൊട്ടിയിരിക്കും. പിന്നെയും കാക്ക മാത്രം അങ്ങോട്ട് ഇച്ചിരി മഴ നനഞ്ഞാലും അങ്ങ് നടക്കത്തുള്ളൂ. ഇത്തരം കൊച്ചു കൊച്ചു കിളികൾ അങ്ങനെ ഏതൊരു മരത്തിൻ്റെ തേക്കിൻ്റെയോ വട്ടയുടെയോ ഒക്കെ അടിയിലാണ് പോയിരിക്കുന്നത് കേട്ടോ. അധികം കൂടൊന്നും ഇവർക്കില്ല. ചില ആളുകൾക്കും കൂടില്ല. പിന്നെ നമ്മുടെ ഓലഞ്ഞാലിക്ക് അവർ മുട്ടയിടാൻ സമയത്തെങ്ങാണ്ട് കൂടുണ്ടെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ അവരും ഈ മരക്കൊമ്പിലൊക്കെ പോയി ഇരിക്കുകയുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിവരെ ഉണ്ടല്ലോ കുറേ ദിവസങ്ങളായി ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള കിളികളൊക്കെ വരും. ഇവർ മാത്രം ഉണ്ടല്ലോ വരാൻ ഭയങ്കര മടിയാണ്. ഞാൻ കുറേ തവണ പരിശ്രമിച്ചു ഇവരെ ഒന്ന് ഇവിടെ വിളിച്ച് വരുത്തണമെന്ന്. ഈ പ്രാവശ്യം അത് സാധിച്ചു. ഞാൻ പല ടേസ്റ്റുള്ള ഫുഡ് ഞാൻ മരക്കൊമ്പിൽ വെച്ച് കൊടുത്ത് എന്തായാലും ഓലഞ്ഞാലി വന്നു കേട്ടോ. ഇപ്പം അങ്ങനെ വന്ന് കുറേ ഓലഞ്ഞാലികൾ ഇപ്പോൾ വരും. നമ്മൾ ഈ കൂട്ടത്തിൽ രക്ഷിച്ച് വിട്ട ടീമൊക്കെ ആണോ എന്ന് എനിക്കറിയാൻ പാടില്ല. നമ്മൾ ഷോക്കടിച്ച് വിട്ടതിനൊക്കെ രക്ഷിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെയാണെന്നല്ല ഇവിടെ ഒന്ന് ഭയങ്കര സൗണ്ടാണ്. ഇവർ പൂച്ചയുടെ സൗണ്ട് കാണിക്കും. പിന്നെ അങ്ങനെ പൂച്ചയുടെ സൗണ്ടിൽ പല സൗണ്ടുകൾ ഇവർ കേൾപ്പിക്കും. രസമാണ് ഇവരുടെ സൗണ്ട് നമ്മൾ ശ്രദ്ധിച്ചിരുന്നാൽ കേൾക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത്രയും അടുത്ത് നമുക്ക് കിട്ടിയപ്പോൾ ഇവരുടെ വീഡിയോ എടുക്കാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമല്ലേ എന്ന് വിചാരിച്ച് ഞാനൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ ആ ഒരു മഴ കുറഞ്ഞ സമയത്ത് നമ്മുടെ മൈനക്കുട്ടന്മാരും അണ്ണാന്മാരും ഒക്കെ വരും. ഈ നമ്മുടെ ഈ ചിലകാടുകളുടെ കൂടെ വരുന്ന കിളികളാണ് കേട്ടോ ഇവരെല്ലാം. ചിലകാട് എവിടെയുണ്ടോ അവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം ആൾക്കാരെല്ലാവരും ഉണ്ടാവും. ഇരട്ടവാലനും ഓലഞ്ഞാലിയും പിന്നെ മരം കുത്തിയൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോയിലൊക്കെ പലതവണ ഇവരുടെ വീഡിയോ ഒക്കെ ഇഷ്ടം പോലെ ഇട്ടുണ്ട്. നേരത്തെ നമ്മൾ താമസിച്ചിടത്ത് നമ്മുടെ കാക്കക്കൂട്ടുകാരായിരുന്നു. ഇവിടെ നമുക്ക് രണ്ട് കാക്കക്കൂട്ടുകാരൊക്കെ ഉള്ളൂ കേട്ടോ. അത് ഫുള്ള് ബ്ലാക്ക് ആയിട്ടുള്ള കാക്കക്കൂട്ടുകാർ മാത്രമേ ഉള്ളൂ. നമ്മളെ വന്ന് വിളിക്കും അവർ. അന്നേരം ഫുഡ് ഇപ്പം ഞാൻ വിളിക്കാൻ നോക്കി നിൽക്കാറില്ല. അതിനുമേ തന്നെ ഞാൻ മരക്കൊമ്പി നമ്മുടെ ഫുഡ് കോർട്ടിൽ ഫുഡ് വെച്ച് കൊടുക്കും. ആരെങ്കിലുമൊക്കെ അതിരാവിലെ വരുന്നവർ ഒരു 5:45 ആയി കഴിയുമ്പോഴത്തേനും വരുന്ന കൂട്ടുകാരുണ്ട്. മഴയ്ക്ക് മുന്നേ വന്നിട്ട് ചിലപ്പോൾ വിശപ്പടക്കിയായിരിക്കും കൂട്ടിലിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സറിഞ്ഞ് കൊണ്ട് വെച്ച് കൊടുക്കും ഞാൻ നേരത്തെ കേട്ടോ. ഇത് മാത്രം ഞാൻ മറന്നു പോകത്തില്ല. ഞാൻ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഞാൻ ഇവർക്ക് കൊടുക്കാൻ മറക്കത്തില്ല കേട്ടോ. കാരണം അതിരാവിലെ കൂട്ടത്തിൽ നമ്മുടെ അണ്ണാൻകുഞ്ഞും തൊട്ടടുത്ത മരക്കൊമ്പിലാണ് കേട്ടോ അവൻ്റെ താമസവും. അപ്പോൾ കാരക്കുട്ടിൽ ദാസപ്പൻ എന്നാണ് നമ്മൾ അവനെ പേര് വിട്ട് വിളിക്കുന്നത്. അപ്പോൾ അവനും വന്ന് അതിരാവിലെ വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇവർക്കൊക്കെ ഫുഡ് ഞാൻ നേരത്തെ വെച്ച് കൊടുക്കും. അപ്പോൾ പലരും വന്ന് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കുഞ്ഞിക്കിളികളെ ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.